അതുണ്ടാവും അതുണ്ടാവും അതിന് സംശയമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ അനുമോക്കല്ലടാ ഇത്രയും സപ്പോർട്ട് നീ പറഞ്ഞത്. നീ അനുമോളുടെ ആളായിട്ടല്ലേ ചോദിക്കുന്നത്. ഞാനും അനുമോളുടെ ആളും അനീഷിന്റെ ആളും ഒക്കെയാണ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ വിന്നർ ആവേണ്ടത് നെവിനാണ്. സാബുമോൻ എന്ന് പറയുന്നത് ഞാൻ പറയാം. സാബുമാൻ എന്ന് പറയുന്ന പയ്യൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല അല്ലേ? സാബുമാൻ ആർക്കും ദോഷം ചെയ്യുന്നില്ല. അവിടെ ഞാൻ ചോദിക്കട്ടെ, എല്ലാം ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു ബഹളം ഇല്ലാത്ത ഒരുത്തൻ ഉണ്ടാവുമ്പോൾ അവൻ അവിടെ വീടിന്റെ ഒരു ഐശ്വര്യം തന്നെയല്ലേ? അത് ഈ അടുത്ത കാലത്തായിട്ട് പുള്ളിയുടെ ഡയലോഗിൽ മാറ്റം വരുന്നുണ്ട്. ഈ ഒരാഴ്ചയായിട്ട് പുള്ളിയുടെ ഡയലോഗിൽ മാറ്റം വരുന്നുണ്ട്. കാരണം പുള്ളി പതുക്കെ എന്ത് ചെയ്യുന്നു, പിടിച്ചു നോക്കുകയാണ് പറ്റുമോ എന്ന്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, അനുമോൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത്, അക്ബർ ചോറുണ്ടാക്കി ബാക്കി വെച്ചത് എങ്ങനെയാണ് ബാക്കി വന്നത്? മറ്റു പലരും കഴിക്കാതിരുന്നപ്പോഴാണ് ബാക്കി വന്നത് അല്ലേ? എന്നിട്ട് അനുമോൾ ആ പാത്രം തൂക്കിയെടുത്ത് ലാലേട്ടന്റെ മുമ്പ് കൊണ്ടൊന്ന് കാണിച്ചില്ലേ? എന്നാൽ അതുപോലെ ഇപ്പൊ അനുമോൾ ചോറിട്ടപ്പോഴത്തേക്കോ ബാക്കി വന്നു അല്ലേ? പറയട്ടെ അനുമോള് ചോറ് വെച്ചപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അനുമോള് ചോറ് വെച്ചപ്പോൾ ചോറിന് ബാക്കി വന്നു. ഈ ബാക്കി വന്നത് കൊണ്ട് ഞാൻ അനുമോളെന്ന് പറയാൻ കാരണം പറഞ്ഞുതരാം. അനുമോളോട് ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞു അത് അരിയിട്ടത് സാബുമാനാണെന്ന് പറഞ്ഞു തന്നല്ലോ. അപ്പൊ സാബുമാനോട് ചോദിച്ചപ്പോൾ സാബുമാൻ തന്നെ ചോദിച്ചു ഞാനാണ് അരിയിട്ടത്. അപ്പൊ പറഞ്ഞു ആദിലയാണ് അരിയിട്ടതെന്ന്. അപ്പൊ നീ പറഞ്ഞു ആദില ഇട്ടു എന്ന് പറഞ്ഞു. ആദില എന്താ പറഞ്ഞത്? 4.5 നാഴി അരി ഇടാൻ അനുമോള് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അതിൽ 4.5 നാഴി അരി ഇട്ടത്. അപ്പം യഥാർത്ഥത്തിൽ അരി ഇട്ടതാണെങ്കിൽ അരി ഇടിപ്പിച്ച ആളാര്? അപ്പൊ അത് പറയില്ല, അത് നീ പറയില്ല. അതാണ് പറഞ്ഞത്. നീ ഒരാളിനെ ഇടിച്ചു. നീ ആ ആളിനെ ഇടിക്കാൻ കാരണം എന്താ? അത് രജിത്തേട്ടൻ പറഞ്ഞിട്ടാണ് ഇടിച്ചത്. അപ്പൊ പറഞ്ഞ ഞാനല്ലേ തെറ്റിയത്? ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അപ്പൊ ഇവിടെ എന്താണ് സംഭവം? പാത്രത്തിൽ അധികം ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ, പാത്രത്തിൽ അധികം ചോറ് വന്നാൽ ഇവരുടെ തലയിൽ കുറ്റം പോകും. പക്ഷെ എല്ലാവരിലും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചാൽ ഈ പാത്രവും കഴുകി വയ്ക്കാം. അപ്പൊ അരി ഇട്ട ആളെന്താവും? കേമനും കേമിയും ആവും. പാത്രത്തിൽ വന്ന ചോറുകൾ കൊണ്ട് കളയുമ്പോൾ നമുക്ക് കുറ്റം എന്ത് പറയാം? അവന്മാര് കഴിക്കാതെ കൊണ്ട് കളഞ്ഞത് കൊണ്ടാണ് അത് ബാക്കി വന്നത്. അങ്ങനെ ഈക്വലായിട്ട് ഇടാൻ പറ്റുമോ? ഈക്വലായിട്ട് ഇടാൻ പറ്റത്തില്ല. ഈക്വലായിട്ട് ചോറിടാൻ പറ്റത്തില്ല. ചോറ് അങ്ങനെ പറ്റത്തുള്ളൂ. അവരവർ കഴിക്കുന്ന ചോറിന് അവരവർ കോരിക്കോട്ടെ, അല്ലെങ്കിൽ അത് ചെറുതായിട്ട് വേണമെന്നുള്ളത് വിളമ്പുക. അവര് വെളിക്കിറങ്ങിയാനോ പല്ലി വയ്ക്കാനോ വേറെ ഏതെങ്കിലും പരിപാടിക്ക് അതുവഴിക്ക് ചിലപ്പോൾ ടോയ്ലറ്റിൽ പോയായിരിക്കും. അവിടെ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോയതായിരിക്കും. ആര്? ആദിലേക്ക്. ഞാൻ ചോദിക്കുന്നത് ആദിലയും നൂറേയും കൂടെ ബിഗ് ബോസ് ആരാ? ഫേക്ക് എന്നല്ല, ഈ തെറ്റിദ്ധാരണകൾ ജനിപ്പിക്കുന്നുണ്ട്, കള്ളങ്ങൾ പറയുന്നുണ്ട്. അനുമോൾ ഒരു കാര്യം ചെയ്താൽ എല്ലാം കറക്റ്റ് ആവും. സോറി, ഇന്ന തെറ്റുകൾ ചെയ്തു കഴിയുമ്പോൾ എനിക്ക് പറ്റിയ തെറ്റാണ്, എനിക്ക് പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുകയും സോറി പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഞാൻ അനുമോളോടൊപ്പം തന്നെ നിന്നേനെ. മനുഷ്യനാകുമ്പോൾ തെറ്റ് പറ്റും, അതിനൊരു സോറി പറഞ്ഞൂടെ? അത് പറയില്ല. അതെ, അതാണ് മോനെ നീ എന്നെ കാർ തുപ്പിയിട്ട് നീ ചെയ്യുന്നത് തെറ്റല്ല, അനുഭവിക്കുന്ന ഞാനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലായില്ല. നിനക്കത് ചെയ്യണമെന്ന് തോന്നിയത് ഒരാളാവാനും അല്ലെങ്കിൽ കാണിക്കാനും. ശരി, സോറി രേതേട്ടാ, ഞാൻ തുപ്പിയത് തെറ്റായി, ഇപ്പം എനിക്ക് അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്തു പോയതാണ്. ദേഷ്യത്തിൽ പലരും ചെയ്യൂടാ, മനഃപൂർവ്വമായിട്ട് ആരും ചെയ്യില്ല. അപ്പം സോറി പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, അഖിൽമാരാരുടെ സീസണിൽ ശോഭയും അഖിൽമാരാരുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടായില്ലേ? ഉണ്ടായ സമയത്ത് ശോഭ അത് ക്ഷമിച്ചില്ലേ? ക്ഷമ എന്ന് പറയുന്നത് വലുതാണ്. ആ ക്ഷമിക്കാനുള്ളൊരു മനസ്സ് മാത്രം മതി. അപ്പൊ അതാണ് വേണ്ടത്. ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? ഞാൻ പേടിച്ചോടിയില്ലല്ലോ, ഞാൻ ആരുടെയും മുമ്പിൽ നിന്ന് പേടിച്ചോടിയില്ല. നിങ്ങൾ എന്നെ നിങ്ങളല്ല കേട്ടോ, വേറെ ചില യൂട്യൂബേഴ്സ് എന്നെ തെറ്റിദ്ധരിപ്പിച്ച ആൾക്കാരുടെ മുമ്പിൽ വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഞാൻ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞ് ബാക്കിലോട്ട് പോയത്. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഐ ലവ് യുടാ, നന്നായിട്ട് വാ. നിങ്ങൾ അക്ബറിനെ കുറിച്ച് ചോദിച്ചില്ല, എന്തിനാടാ എന്റെ തലയെ കൊണ്ടിടുന്നത്? നിങ്ങൾ അക്ബറിനെ കുറിച്ച് ചോദിച്ചില്ല. ഈ നെവിനും അക്ബറും 1ഉം 2ഉം സ്ഥാനങ്ങളിൽ എത്തിച്ചേരണമെന്നാണ് ഇപ്പൊ എൻ്റെ ഒരു ആഗ്രഹം മനസ്സിലുള്ളത്. കാരണം അക്ബറിനെയും ഇതുപോലെ തന്നെ ആദ്യം തൊട്ടേ തെറ്റിദ്ധരിപ്പിക്കലാണ്, ഉഡായിപ്പാണ്, അല്ലെങ്കിൽ സൂത്രക്കാരാണ്, കുത്തിത്തിരിപ്പാണ്. അക്ബർ എന്ത് കുത്തിത്തിരിപ്പാണ് അവിടെ കാണിച്ചതെന്ന് ഇത്രയും ദിവസം വീഡിയോ കണ്ട അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ട ആളിനെ എനിക്ക് മനസ്സിലായി. അക്ബർ പക്ഷെ നല്ല മൈൻഡ് ഗെയിമറാണ്. അക്ബർ പുറത്തിരുന്ന് ഇപ്പൊ അവിടെ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ കറക്റ്റ് അതാ സംഭവം നടക്കുന്നത്. അതെ, അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊന്നും ആലോചിക്കുക. എന്റെ കുഞ്ഞമ്മയുടെ മോനാണ് നീ എനിക്ക് വേണ്ടി വീഡിയോ ഇടുമെന്ന് പറഞ്ഞാൽ നീ എന്നെ പലപ്പോഴും കീറി ഒട്ടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്വന്തം
സിനിമാക്കാരുണ്ടാവും. എല്ലാ കണ്ടസ്റ്റന്റ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ആക്റ്റീവ് ആണ്. അത് സാറ് പറഞ്ഞ അങ്ങനെ ആകുമ്പം ഇത് അവര് അവിടെ യൂസ് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ PR വെച്ചിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബിഗ് ബോസിനകത്ത് നമുക്ക് അതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ബിഗ് ബോസിനെ കുറ്റം പറയരുത്, ബിഗ് ബോസ് ഷോയെ കുറ്റം പറയരുത്. ബിഗ് ബോസ് ഷോയിൽ ഇവിടെ നിന്ന് പോകുന്ന മത്സരാർത്ഥികൾക്ക് ഒരിക്കലും ഈ പറയുന്നത് ചെയ്തിട്ട് പോവില്ല. നമ്മൾ കണ്ടതാണല്ലോ. രേണു സുധി എൻ്റെ അടുത്തൊരു സുഹൃത്താണ്, നമ്മൾ ആർട്ടിസ്റ്റുകളാണ്. രേണു സുധി ആദ്യം തന്നെ എനിക്കെല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറയുന്ന ഒരു വീഡിയോ ആദ്യമേ വീട്ടിൽ ചെയ്തു വെച്ചിട്ട് പോയി ചേച്ചി എന്തോ ലാലേട്ടൻ പിടിച്ച സംഭവം നമ്മളെല്ലാം കണ്ടാണ്. ഇങ്ങനെ ചിലപ്പോൾ പലരും ചെയ്തു വെച്ചിട്ടുണ്ടാകാം, അതുപോലും തെറ്റാണെന്ന് പറയുന്ന ആളാണ് ഞാൻ. കാരണം നമ്മളൊരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ ആ മത്സരത്തിൽ നീതിപൂർവമായി മത്സരിക്കണം, അല്ലാതെ ഉടായിപ്പും വളഞ്ഞ വഴിയിലും മത്സരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അനിമോൾക്ക് PR ഉണ്ടോ? അനിമോൾക്ക് PR ഉണ്ടോ PR ഇല്ലേ എന്ന് എനിക്ക് വ്യക്തിപരമായി അറിയില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ കാണുന്നത് അവർ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്, കുറെ പേര് PR ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് കണ്ടില്ലേ? അങ്ങനെയൊക്കെ അറിയാവൂ. പറഞ്ഞു 16 ലക്ഷം രൂപയുടെ PR വർക്കുണ്ടെന്ന് ബിന്നി പറഞ്ഞു. ബിന്നി പറഞ്ഞു. അപ്പൊ അവരൊക്കെ അടുത്ത് നിന്നും കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ട് വന്നവരല്ലേ അല്ലേ? അപ്പൊ അവര് പറയുന്നതിൽ പക്ഷെ ഞാൻ പറയാലോ, അനിമോളും ഞാൻ സ്റ്റാർ മാജിക്കിൽ എത്രയോ മാസങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. മനസ്സിലായോ? അനിമോള് എൻ്റെ നല്ല ഫ്രണ്ടാണ്. പക്ഷേ ഞങ്ങൾ സ്റ്റാർ മാജിക്കിന് ശേഷം കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. പക്ഷേ അനിമോൾക്ക് PR ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തിപരമായി എനിക്കറിയില്ല. അനീഷിന് PR ഉണ്ടെന്ന് കുറേ പേര് പറയുന്നു. അനീഷിന് PR ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ പലർക്കും PR ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. പക്ഷെ PR ചെയ്യുന്നത് തെറ്റാണ്. അത് കാരണം PR ഇല്ലാതെ, PR എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ, ആ പെയ്ഡ് പ്രൊമോഷൻ നടത്തിയിട്ട് വരുന്ന പൈസ കൊടുത്ത് സോഷ്യൽ മീഡിയയിൽ ഹാൻഡിൽ ചെയ്തും ഇവരുടെ ഓരോ ക്ലിപ്പുകളെ പ്രൊമോട്ട് ചെയ്യും. ജനങ്ങൾ PR ആവട്ടെ, ആർമികളുണ്ടാവട്ടെ. ഞാൻ ആർമിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. DRK ആർമി ഏറ്റവും വലിയ ആർമി ആയിരുന്നല്ലോ, നിങ്ങളല്ലേ? DRK ആർമി തന്നെയല്ലേ ഓരോ സീസൺ കഴിയുമ്പോഴും ഡിവൈഡ് ചെയ്ത് പലതുമായി മാറിയത് അല്ലേ? അവരിൽ കുറേ പേര് തന്നെയല്ലേ എന്നെ ഇപ്പോൾ തെറി വിളിക്കുന്നതും എന്നെ ഇപ്പോൾ സ്നേഹിക്കുന്നതും. അപ്പോൾ എനിക്കതിൽ വിഷമമില്ല. അത് ഓരോ സീസൺ അങ്ങനെയാണ്. എനിക്ക് ശേഷം പ്രളയമൊന്നുമല്ല, അതിങ്ങനെ വരും. പക്ഷേ PR എന്ന് പറയുന്ന പെയ്ഡ് പ്രൊമോഷൻ പരിപാടി ഞാൻ ശക്തമായി എതിർക്കുന്നു. അത് ഈ വിജയങ്ങളെ എന്താ പറയുക, വില കുറച്ചേ കാണത്തുള്ളൂ. അതിന് ബിഗ് ബോസ് അധികാരികളും നിങ്ങൾക്കല്ലാതെ തന്നെ ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കാം. ഇൻ്റർവ്യൂകളിലൂടെയും ഈ ഷോകളിലൂടെ കട്ട് ചെയ്തെടുത്ത് നിങ്ങൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. പക്ഷേ കുറച്ച് പേര് മാത്രം അപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അബൂബക്കർ ഇങ്ങോട്ട് പോകുന്ന മത്സരാർത്ഥിയുടെ 5 ലക്ഷം വാങ്ങിച്ചുകൊണ്ട് അബൂബക്കർ എന്തോ ഒരു താരമായിട്ട് മാറിക്കൊണ്ട് ഒരാളിന് വേണ്ടി മാത്രം പമ്പ് ചെയ്ത് അയാൾ അവിടെ എന്ത് ചെയ്താലും ഇങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുമ്പം ബാക്കിയുള്ള നിങ്ങൾ പലരും സത്യസന്ധമായി ഓരോരുത്തരുടെയും കണ്ടന്റാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് അബൂബക്കർ ചെയ്യുന്നത് തെറ്റാണെന്ന് വിളിച്ചു പറയാൻ എനിക്കൊരു മടിയില്ല. പക്ഷെ അവിടെ ഇതൊന്നും ഇല്ലാതെ വന്ന പാവപ്പെട്ടവരായ മത്സരാർത്ഥികളുണ്ട്. അവരാര് കൺസിഡർ ചെയ്യും? അവരോട് ചെയ്യുന്ന ഇൻജസ്റ്റിസ് അല്ലേ? അതെന്താ മോനെ, ബിഗ് ബോസ് കഴിഞ്ഞ് വന്നിട്ട് ലക്ഷങ്ങൾ വാങ്ങിച്ച് ഇന്റർവ്യൂ കൊടുക്കുകയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ബിഗ് ബോസ് 2 പ്രാവശ്യം പോയിട്ട് വന്നതാണ്. ഞാൻ 1 രൂപയെങ്കിലും നിങ്ങൾ ആരുടെയെങ്കിലും വാങ്ങിച്ച് ഇന്റർവ്യൂ സാറ് അപ്പോൾ അങ്ങനെ പറ. വെറുതെ ബിഗ് ബോസിൽ നിന്ന് വരണവർ ലക്ഷങ്ങൾ വാങ്ങിച്ചാണ് ഇന്റർവ്യൂ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അവർ സെലിബ്രിറ്റി ആയി കഴിഞ്ഞു. എനിക്ക് 1 രൂപ തന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. ഒരു ആള് പറയും, ഒരു ചായ വാങ്ങിച്ചു തന്നവരുണ്ടെങ്കിൽ പറയും. അതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ. സ്നേഹത്തോടുകൂടി അതാണ്, ഞാൻ സ്നേഹം തന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ച് പേര് എന്നെ വലിച്ചു കയറി ഒട്ടിച്ചിട്ടുണ്ട്. താങ്ക് യു. ഐ ലവ് യു. അന്നൊരു ദിവസം സാറ് ബസ്സിൽ എല്ലാവരും ജനക്കൂട്ടം അത്ര അതെ, എയർപോർട്ടിൽ വെച്ചിട്ട് ഞാൻ ആ ബസ്സിലാണ് കയറി പോയത്. അന്ന് ഏറ്റവും കൂടുതൽ ആ കണ്ടസ്റ്റൻസിന്റെ ബിഗ് ബോസിൽ ഉണ്ടായപ്പോഴും പോലും ഞാൻ നിന്നെ ഡാന്ന് വിളിക്കുന്ന പോലും സ്നേഹത്തിലും മധുരത്തിലും ചാലിച്ചാണ്. എൻ്റെ അനിയനെ പോലെയുള്ള സ്നേഹത്തിൽ നമ്മൾ പെരുമാറത്തുള്ളൂ. പക്ഷെ അധർമ്മം കണ്ടാൽ, തെറ്റ് കണ്ടാൽ ഞാനിത് തെറ്റാണെന്ന് ഞാൻ വിളിച്ചു പറയും. ഇവിടെ ചോദ്യം ചോദിച്ചു. ഇപ്പൊ ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉണ്ടായ ആര്യൻ സത്യത്തിൽ സാറിന് ഗെയിം കണ്ടിട്ട് ആര്യൻ പുറത്തു പോകേണ്ട ഒരാൾ. ഞാൻ ഇടയ്ക്ക് ആര്യനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ആര്യനെ സപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ആര്യനെതിരെ ഇവിടെ ഞാൻ കണ്ട ഈ ഷോയിൽ മറ്റൊരു അധർമ്മം എന്ന് വെച്ചാൽ ചിലർ പർപ്പസീവായിട്ട് ആര്യനെ മോശക്കാരനായിട്ട് ചിത്രീകരിച്ചു. ജിസയിലും ആര്യനും കൂടെ ഒരു പുതപ്പിൻ്റെ അടിയിൽ കിടന്നുകൊണ്ട് എന്തോ കണ്ടു എന്ന് ഞാൻ ചോദിക്കട്ടെ, ആ 2 പുതപ്പിൻ്റെ അടിയിലാണ് അവർ കിടന്നത്. അവരാരും ചോദിക്കുകയോ പറയുകയോ ചെയ്യുന്നില്ല.
ഞാനും ചോദിച്ചു, ഞാൻ കണ്ടതാണ്. അവർ ഒരു ഡബിൾ ബെഡ്, ആ ബെഡിൽ ഒരു പുതപ്പിൻ്റെ അടിയിൽ ആര്യനും മറ്റൊരു പുതപ്പിൻ്റെ അടിയിൽ ജിസയിലും കിടക്കുമ്പോൾ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നു, 100 കണക്കിന് ക്യാമറയുള്ള ഞങ്ങളാരും കണ്ടില്ല, ഈ ആൾ മാത്രം പുതപ്പിൻ്റെ അടിയിൽ എന്തോ കണ്ടു എന്ന് പറഞ്ഞാൽ ഓരോ 2 കട്ടിലിൻ്റെ ഫ്രണ്ടിൽ സൈഡിലായി മുകളിലായിട്ട് ഇവിടെ ഒരു ക്യാമറ ഉണ്ടാകും, അവിടെ ഒരു ക്യാമറ ആണ്. പ്രത്യേകിച്ച് ആണും പെണ്ണും മത്സരാർത്ഥികൾ ഒരുമിച്ച് വന്നിരിക്കുകയാണെങ്കിൽ ഈ ക്യാമറകൾ കൃത്യമായിട്ട് 2 പേര് ഒരുമിച്ചിരുന്ന ക്യാമറ ഉടനെ ഫോക്കസ് ചെയ്യും, അവിടെ നിന്നൊരു ക്യാമറ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇത്രയും ക്യാമറ 2 പേര് കിടന്നുറങ്ങുമ്പോൾ കൃത്യമായി ഫോക്കസ് ചെയ്യും. അവർ രണ്ടും 2 പുതപ്പിൻ്റെ അടിയിലായിരുന്നു. പക്ഷേ തെറ്റിദ്ധരിപ്പിച്ച് എന്താണ്, ആര്യനെ അങ്ങനെ മോശമാക്കി. പിന്നെ അടുത്ത ഏതോ ഒരു ഗെയിം കളിച്ചപ്പോഴത്തേക്ക് കൈ ഇങ്ങനെ ആരുടെ പൊക്കി പിടിച്ചപ്പം ഇവിടെ പൊക്കിള് കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനത്തിൽ ആര്യൻ അപ്പോൾ അത് നോക്കിയിട്ട് ആക്ഷൻ അങ്ങനെ പാവം ആര്യൻ ഒരു സുന്ദരനും സ്മാർട്ടും ആയതുകൊണ്ട്, നല്ല ഗെയിമർ ആയതുകൊണ്ട് ആര്യനെ എന്ത് ചെയ്തു, ആര്യനെ വളരെ മോശക്കാരനാക്കി ചിത്രീകരിച്ചു. മനസ്സിലായോ? ആര്യനെ വളരെ മോശക്കാരന്. താങ്ക് യു മോളെ. അല്ല, ഞാൻ അതൊന്നും കഴിക്കത്തില്ല, ഞാൻ ചായ മാത്രം കുടിക്കും. വേണ്ട, അതൊന്നും വേണ്ട. ഇല്ല, ഞാൻ പപ്സ് ഒന്നും കഴിക്കത്തില്ല. വേണ്ട ഓണത്തിൻ്റെ പുട്ട് കച്ചറം വേണ്ട. നീ ചോദ്യം ചോദിച്ച് കൊല്ലായിരിക്കുകയല്ലേ. ഞാനും രണ്ടും കൽപ്പിച്ച് തയ്യാറായിരിക്കുകയാണ്. ഞാൻ രണ്ടും കൽപ്പിച്ച് തയ്യാറാക്കുക. ഒന്ന് ഞാൻ ജയിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ജയിക്കും. ഇല്ലേ, ഞാൻ ചോദിക്കട്ടെ, ആര്യൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോനോ എൻ്റെ ചിറ്റപ്പൻ്റെ മക്കളോ ഒന്നുമല്ല. അവന് വേണ്ടി ഞാൻ സപ്പോർട്ട് ഇടും. അവനോട് കാണിച്ചത് അനീതിയാണ്. നല്ലൊരു ഗെയിമറാണ്, ഏറ്റവും നന്നായി കളിച്ചുകൊണ്ടിരുന്നവനാണ്. പക്ഷേ അവിടെ എന്ത് പറ്റി, എനിക്ക് ഒരു കാര്യമേ ഞാൻ ആര്യനിൽ മാറിയത് എപ്പോഴാണെന്ന് വെച്ചാൽ, നെവിൻ പോയി വെള്ളം തെളിക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ആര്യനായിട്ട് ആണ് പോയി ചൊറിഞ്ഞ് ഉറങ്ങിക്കിടന്ന അനുമോളെ വിളിച്ചുണർത്തിയത്. നെവിൻ ഇത് പറയുന്ന സമയത്ത് ആര്യൻ ലാലേട്ടൻ്റെ മുമ്പ് വെച്ച് പറയാമായിരുന്നു, ലാലേട്ട ഞാനാണ് ചുരണ്ടി വിളിച്ചത്, ഉറങ്ങുന്ന അനുവിനെ ഞാനാണ് ചുരണ്ടി എന്ന് വിളിച്ചതെന്ന് ഒന്ന് സത്യസന്ധമായിട്ട് ഇത് പറയാമായിരുന്നുവെങ്കിൽ നെവിൻ ഇത്രയും കള്ളനാകില്ലായിരുന്നു, ഇത്രയും ക്രൂശിക്കപ്പെടില്ലായിരുന്നു. നെവിന് മണി ബോക്സ് എടുക്കാനോ കളിക്ക് പാടില്ല എന്ന് പറയത്തില്ലായിരുന്നു. അത് നെവിനോട് കാണിച്ച അധർമ്മമാണ്. അവിടെ ഞാൻ ആര്യനെ ഉപേക്ഷിച്ചു. ഞാൻ അടുത്ത ആളിലോട്ട് പോയി. ആരാണോ ഇങ്ങനെ അധർമ്മം കാണിക്കുന്നത് അവരിൽ നിന്ന് ഞാൻ മാറിപ്പോയി. അത്രയേ ഉള്ളൂ സംഭവം, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ വ്യക്തിവൈരാഗ്യങ്ങളില്ല. അവസാനം വരെ എല്ലാവരോടും കമ്പനി കൂടി, ഒരു PR വർക്കും ഇല്ലാതെ എൻ്റർടൈൻമെൻറ്റോടുകൂടി എല്ലാവരോടും കമ്പനി കൂടിയിട്ട്, എന്നിട്ട് ഒറ്റയ്ക്ക് സ്വന്തമായി കളിച്ചുകൊണ്ട് എല്ലാ ഗെയിമുകളിലും പങ്കെടുത്ത് റിസ്കുകളെടുത്ത് അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തു പോയ ആരാണ് ഇതിനകത്ത് മുമ്പിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ അത് നെവിനെന്നേ പറയത്തുള്ളൂ. ഷാനവാസ് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, മീശയൊക്കെ ചുരുട്ടി അങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിൽ നിന്ന് മാറി വരാൻ കുറേ സമയം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നാച്ചുറലായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. ഇപ്പോൾ അസുഖമായിട്ട് പുറത്തൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പുള്ളി നാച്ചുറലായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് കാണാനോ ഒരു മസിലൊക്കെ പിടിച്ചിട്ട് ഒരു ആക്ടിങ് ഫീൽഡ് പോലെ പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. മോനെ, ഹാർട്ട് അറ്റാക്ക് പാലിൻ്റെ കവർ വന്ന് തട്ടിയില്ലെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം. നീ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ വേണമെങ്കിലും ഹാർട്ട് അറ്റാക്ക് വരാം. എപ്പോൾ വേണോ ഹാർട്ട് അറ്റാക്ക് വരാം. ഈ നമ്മുടെ ഹാർട്ടിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ കയ്യിലൊന്നും അല്ല. ഇതൊക്കെ നമ്മൾ പോലും വിചാരിക്കാത്ത അദൃശ്യമായൊരു ശക്തിയുടെ പ്രവർത്തനത്തിലാണ്. ഈ വലിച്ചു കയറ്റുന്നതും ഈ ഇറക്കി വിടുന്നതും മാത്രമേ നമ്മുടെ ഉള്ളൂ. അതെപ്പോൾ നിൽക്കുമോ അപ്പം സാധനങ്ങൾ തീരും, അല്ലേ? അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം നെവിൻ ഇഷ്ടമല്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റമെന്ന് നമ്മുടെ നാട്ടിൻപുറത്തൊരു പ്രമാണമുണ്ട്. അപ്പോൾ അവൻ എന്തായിരിക്കുന്നത്, അവന് സൗന്ദര്യമില്ല, അവനൊരു ബൾക്കിയാണ്, അവൻ ബോഡി നോക്കാറില്ല, അവൻ മുടി വളർത്തിയിട്ടിട്ടുണ്ട്, അവൻ ഡാൻസ് കളിക്കുന്നു, അവൻ എല്ലാവരും കുഴയുന്നു, അവൻ കമ്പനി കൂടുന്നു, എല്ലാവരുടെ ഇടയിൽ കയറിയിരിക്കുന്നു, മോശം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ ഡീമോറലൈസ് ചെയ്ത് ചിത്രീകരിക്കുന്ന കുറച്ച് പേരുണ്ട്. പിന്നെ ഈ PR വർക്ക് ചെയ്യുന്നവർക്ക് ഇവനെ ഒതുക്കിയാലേ പറ്റത്തുള്ളൂ. അപ്പം നെവിനെതിരെ ഇങ്ങനെ അനാവശ്യങ്ങൾ പറയും. കാരണം അവർക്ക് ജയിക്കേണ്ടത് മറ്റേ പെയ്ഡ് പ്രൊമോഷൻ പൈസ കൊടുത്തിട്ട് പോയവരെ വിജയിപ്പിക്കാൻ അവർ തത്രപ്പാടെടുക്കുമ്പോൾ നെവിൻ കയറി വരാതിരിക്കാൻ പലരും നോക്കും. അറിയാമായിരുന്നു. അതുപോലെ ജിൻഡോയ്ക്കുള്ളതും ഇവിടെ അറിയാമായിരുന്നു പലർക്കും. ഞാൻ വീഡിയോ ഇടുന്നു, അല്ലെങ്കിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ നെവിൻ അറിയാതെയാണ് ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ ധാർമ്മികത. അവരും പച്ചയായ മനുഷ്യനാണ്. അവന് ഈ സമൂഹത്തിൽ സ്പേസ് ഉണ്ട്, അവൻ ജീവിക്കണം. അവൻ ഏത് സെക്സ് അബൂബക്കറെ, നിനക്ക് മാത്രമേ ഉള്ള ചോദ്യം, വേറെ പലർക്കും ഇല്ലേ ചോദ്യങ്ങൾ? നീ മാത്രം ഇങ്ങനെ ചോദ്യം ചോദിക്കില്ല. തെറ്റാണ്. ഞാൻ ചോദിക്കട്ടെ, ബിഗ് ബോസ് ഒക്കെ കണ്ടുപിടിക്കും. ബിഗ് ബോസ് എൻ്റെ ജീവന്റെ കൂടെയുള്ള, അല്ലെങ്കിൽ എൻ്റെ ലൈഫിന്റെ ഒരു ഭാഗമല്ലേ. അല്ല, നമ്മള് ആദ്യത്തെ ബിഗ് ബോസ്, രണ്ടാമത്തെ ബിഗ് ബോസ്, ആദ്യത്തെ ഒഴിച്ച് ബാക്കി ഇതുവരെയൊക്കെയുള്ള എല്ലാം വ്യക്തമായി കാണാറുണ്ട്. 24/7 കാണാറില്ല. കാണും എന്ന് വെച്ചാൽ ലൈവ് കാണും. 24/7 ആരെങ്കിലും കാണുമോ? ഇതിരിക്കുന്ന ഒരാൾ 24/7 കാണുമോ? ആരും കാണത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ലൈവ് കാണും, ഇടയ്ക്കിടയ്ക്ക് മറ്റേ എഡിറ്റഡ് വെർഷൻ എല്ലാം കാണും. അത് ഹോട്ട്സ്റ്റാറിൽ കിടക്കുകയല്ലേ.
അല്ലെങ്കിൽ വീട്ടിലുള്ളപ്പോൾ ടി വിയിൽ ചാനലുള്ളപ്പോൾ കാണും. മുന്നുള്ള ബിഗ് ബോസ് ഇന്നത്തെ ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതെ, കാലം മാറി വരുന്നതിനനുസരിച്ച് വ്യക്തമായിട്ട് പുതിയ പുതിയ ആൾക്കാർ പുതിയ സ്ട്രാറ്റജികളും പ്ലാനുകളും പദ്ധതികളുമായിട്ട് വരുന്നു. വീഞ്ഞ് പഴയത് തന്നെയാണ്, പുതിയ കുപ്പികളിൽ നിറച്ച് അവർ അഭ്യാസങ്ങൾ കാണിക്കുന്നു എന്നുള്ളതുള്ളൂ. നമ്മൾ എവിടെ നോക്കിയാലും പഴയതിൻ്റെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. പക്ഷേ മറ്റേ കണ്ടസ്റ്റൻസിൻ്റെ റെമ്യൂണറേഷൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ നോക്കുന്ന സെലിബ്രിറ്റികൾ വരുന്ന അളവ് കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സീസൺ എടുത്തു കഴിഞ്ഞാൽ ശ്വേതാ മേനോൻ ഒക്കെ തൊട്ട് ഇങ്ങോട്ട് വമ്പൻ പാർട്ടികളായിരുന്നു. അപ്പം നമ്മുടെ സീസൺ 2 ഏറ്റവും സെലിബ്രിറ്റി അല്ലാത്ത ഞാനേ ഉണ്ടായിരുന്നുള്ളൂ. ആര്യ, പഷൻ ഷാജി, മഞ്ജു പത്രോസ്, അങ്ങനെ അത് സീസൺ 3 വരുമ്പോൾ മണിക്കുട്ടൻ, അങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം അത്രയും മുൻനിര ആർട്ടിസ്റ്റുകൾ ഇതിലോട്ട് എത്തുന്നില്ല. അപ്പം ജനറലി എല്ലാവർക്കും വരണമല്ലോ. അപ്പം അതുകൊണ്ട് മിക്കവാറും ഒരുപാട് കോമണേഴ്സ് അതിനകത്തുണ്ടല്ലേ, ഒരു കോമണർ മാത്രമൊന്നുമല്ല, ഒരുപാട് കോമണേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള നെവിനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്? ഒരു മനുഷ്യനും ജനിക്കുന്നത് നെഗറ്റീവ് ഷെയ്ഡും പോസിറ്റീവ് ഷെയ്ഡും കൊണ്ടല്ല മോനെ. വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് ഒരു വ്യക്തിയെ നെഗറ്റീവ് ഷെയ്ഡ്. ഇപ്പം ബിഗ് ബോസ് സീസൺ 2 ഞാൻ മുളക് തേച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചിലർ ആ ഒരു ഇൻസിഡൻറ്റ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറയുന്നു, പർപ്പസീവായിട്ടോ അല്ലെങ്കിൽ മുളക് അരച്ചുകൊണ്ട് പോയി കൊടുത്തോ അല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന ഒരാളിൻ്റെ മുഖത്ത് കൊണ്ട് മുളക് അരച്ച് തേക്കുകയോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഞാനത് മുളകെന്ന് സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ അത് മുളകെന്ന് അറിയത്തുപോലും ഇല്ലായിരുന്നു. ഉണ്ടോ? ഇല്ല. കാരണം 100-ലധികം ക്യാമറയുള്ള ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ മുളക് എടുക്കുന്നതോ ക്യാരറ്റ് എടുക്കുന്നതോ ബീറ്റ്റൂട്ട്, ഞാൻ ഒരുപാട് സാധനങ്ങൾ എടുത്തിരുന്നു. ആ എടുത്തിരുന്ന പലതും ഒരു ക്യാമറയിലും ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഞാൻ ഇത് പുറത്തു വന്നത്? ഞാൻ സത്യസന്ധത പുലർത്തുന്ന വേദം, ബൈബിളും ഖുർആനും ഗീതയും വേദത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് സത്യം പറയണമെന്ന് ബോധമുള്ളത് കൊണ്ട് ഞാൻ ആ മുളക് നീരെന്ന് പറയുന്നവരാണ് ഇതുപോലെ തള്ളവിരലിൽ ഒന്ന് നുള്ളിയൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു സംഗതി, അപ്പോൾ അത് ഒരു ഗെയിമാണ്. ഗെയിമെന്ന് പറയുന്നത് ഒരു വികൃതി കുട്ടികളുടെ സ്കൂൾ എന്ന് പറയുന്ന ആ ഒരു ഗെയിം. അപ്പോൾ ആ ഗെയിമിനകത്ത് എനിക്കത് കാണിക്കേണ്ട ആ ഷോയുടെ ഏറ്റവും ബെസ്റ്റാക്കി ചെയ്യണം എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ്. എനിക്ക് പുറത്ത് ഇത്രയും മാസീവ് സപ്പോർട്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് അറിഞ്ഞേ കൂടാ. വരുന്ന വൈൽഡ് കാർഡുകളൊന്നും എന്നോടൊന്നും പറയാറുമില്ല. പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ മിണ്ടായിരുന്നാൽ മാത്രം മതിയായിരുന്നു. അപ്പോൾ ഞാൻ എന്നെ വെച്ചാണ് ആരെ കമ്പയർ ചെയ്തത്? നെവിനെ കമ്പയർ ചെയ്തത്. ഞാൻ എപ്പോഴും ഓരോരുത്തർ കളിക്കുമ്പോഴും, ഇപ്പം അനീഷിനെ തൊട്ട് അല്ലെങ്കിൽ അനുമോളെ തൊട്ട് ഓരോ സീസണിൽ ഓരോരുത്തർ വരുമ്പോഴും, ഇപ്പം ഞാൻ ജിൻഡോയെ ഇവിടെ നിങ്ങളുടെ മുമ്പ് വെച്ച് തന്നെ ജിൻഡോയുടെ എതിർത്ത് പറഞ്ഞ കാര്യം, ഓരോ സീസണിൽ ആർട്ടിസ്റ്റ് വരുമ്പോഴും ഞാൻ അവരെയായിട്ടാണ് കോറിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എനിക്ക് ഊഹിക്കാൻ പറ്റും എന്താണ് ഇതിന് പുറകിലുള്ള സംഭവങ്ങളെന്ന്. ഒരു സാധാ പ്രേക്ഷകൻ കാണുന്നതിനേക്കാൾ ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കത് കൃത്യമായിട്ട് കുറേയേറെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ ആദ്യം തെറ്റിദ്ധരിച്ചതിൻ്റെ കുറ്റബോധം കൂടെ കൊണ്ടിട്ടാണ് കഴിഞ്ഞ ഒരു 3-4 ആഴ്ച കൊണ്ട് നെവിനോട് എനിക്ക് ഒരു നീതി പുലർത്തണം എന്ന ആഗ്രഹത്തോടെ. നെവിൻ ആരാന്ന് എനിക്കറിയില്ല, നെവിൻ അറിയാമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നെവിൻ എന്നെ അറിയാമായിരിക്കാം, പക്ഷേ ഞാൻ നെവിനെ കണ്ടിട്ടില്ല, മിണ്ടിയിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. നെവിൻ്റെ ഫ്രണ്ട്സുകൾ ആരുമായിട്ടും എനിക്ക് ഒരുതരം കോൺടാക്റ്റ് ഇല്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, നിങ്ങൾ സോഷ്യൽ മീഡിയയിലുള്ളതല്ലേ, ഞാനും അവരുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരൂ. ഞാൻ 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചെങ്കിലും നിങ്ങൾക്ക് തരാം. കള്ളത്തനം ഉണ്ടാക്കരുത്. അപ്പം അവിടെ നെവിനെ ഇപ്പം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ പുറത്തിറങ്ങുമ്പം നെവിന് എന്നോട് സ്നേഹമല്ലോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ വിളിക്കും, നന്ദി പറയുമായിരിക്കും. ഇല്ലെങ്കിൽ ജിൻഡോ പുറത്തിറങ്ങിയിട്ട് ഇന്നല്ലേ ആദ്യമായിട്ട് പറഞ്ഞത്, ജിൻഡോ ബിഗ് ബോസിൽ പോയപ്പോഴത്തേക്ക് ഞാൻ 4 വട്ടം വിളിച്ച് ഞാൻ എൻ്റേതായ രീതിയിലുള്ള അത് എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചറിയുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ എല്ലാ സീസണിലും 2-3 പേർക്ക് ട്രെയിനിങ് കൊടുക്കുമെന്നല്ല, എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവരെ പറഞ്ഞു കൊടുക്കും. കാരണം എൻ്റെ ജോലി എനിക്കറിയാമെന്നുള്ളത് അർഹതയുള്ള വേണമെന്നുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, ഞാൻ സ്വാർത്ഥനല്ല, ആർക്കും പറഞ്ഞു കൊടുക്കരുതെന്ന് വെച്ചിട്ട്. അവിടെ പേഴ്സണൽ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്തുകൊണ്ടാണ് മലയാളം ബിഗ് ബോസ് ലോകോത്തരമായി മാറാത്തതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതേ സങ്കുചിത മനസ്ഥിതി തന്നെയാണ്. ബോളിവുഡിൽ സൽമാൻ ഖാൻ്റെ സീസൺ നിങ്ങൾ എടുത്തു നോക്കിയാൽ 15ാമത്തെ സീസണോ 16ാമത്തെ സീസണോ ആയി. ബാക്കി എല്ലാ സീസണുകളും മലയാളത്തെ സീസണിനേക്കാൾ കൂടുതലാണ് അല്ലേ? ആണല്ലോ. എന്തുകൊണ്ട് മലയാളം സീസൺ ഇങ്ങനെ ആകുന്നു അല്ലെങ്കിൽ പലപ്പോഴും റേറ്റിംഗ് കുറഞ്ഞു പോകുന്നു എന്ന് ചോദിച്ചാൽ, നോക്കിയ കുറ്റം, കണ്ണുരുട്ടിയ കുറ്റം, വെള്ളം കുടഞ്ഞ കുറ്റം, ഒന്ന് പിടിച്ചു തള്ളിയ കുറ്റം, നെഞ്ചുകൊണ്ട് ചേർത്താൽ ഉടനെ എല്ലാം നമ്മൾ ഒന്നീ ജെൻഡർ കാർഡ് എടുത്ത് വെച്ച് കളിക്കും, അല്ലെങ്കിൽ ഫിസിക്കൽ അസാൾട്ട് എന്ന് പറഞ്ഞ സാധനം എടുത്ത് വെച്ച് കളിക്കുമ്പം നമ്മൾ സ്ത്രീ കാർഡ് എടുക്കും.
കേരളത്തിൽ നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരെണ്ണം ഇതാണ്. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ സെപ്പറേഷൻ ഉണ്ടോ? നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞാലേ ഞാൻ ബാക്കി പറയത്തുള്ളൂ. ഉണ്ടോ? ഇല്ല. അയ്യോ, എന്റെ ഈ ഒരു വാക്കറെടുത്ത് അടിക്കട്ടടാ നിന്റെ തലയില് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഒരു യൂട്യൂബറിനെ പീഡിപ്പിക്കാൻ സാർ ശ്രമിച്ചു അല്ല എന്ന് വിചാരിച്ചുള്ള സ്ത്രീയും പുരുഷനും നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അറിയാം. അവിടെ എന്ന് പറയുന്നത് ആണിനും പെണ്ണിനും പ്രത്യേകം കളികളാണോ വെച്ചേക്കുന്നത്? ആണോ? ബിഗ് ബോസ് ഷോയിൽ ആണുങ്ങൾക്ക് ഒരു പ്രത്യേക കളി സെപ്പറേറ്റഡ് അല്ലേ? അതുകൊണ്ടാണല്ലോ സമൂഹത്തില് അതിനനുസരിച്ച് കണ്ടന്റ് വരുന്നത്. ബിഗ് ബോസ് ഷോയിൽ സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞ ഗെയിമുകൾക്കോ അവിടെയുള്ള കലാപരിപാടികൾക്കോ മറ്റ് ടാസ്കുകൾക്കോ സെപ്പറേഷൻ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ടാസ്കുകൾക്കില്ല. അപ്പൊ ഒന്നിലുമില്ല. നമ്മൾ മനുഷ്യന്റെ കാര്യം ഉണ്ടാക്കാൻ വേണ്ടി അല്ലല്ലോ ഈ സംസാരിക്കുന്നത്. ബിഗ് ബോസ് ഷോയെ കുറിച്ചല്ലേ സംസാരിക്കുന്നത്. ബിഗ് ബോസ് ഷോയ്ക്കകത്ത് ആണും പെണ്ണും സെപ്പറേഷൻ ഇല്ല. അപ്പോൾ ഇപ്പൊ ട്രാൻസ് ഉണ്ടെങ്കിൽ അതിനും സെപ്പറേഷൻ ഇല്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്, ഒരേപോലെയുള്ള ടാസ്കുകളാണ്, ഒരേപോലെയുള്ള ഗെയിമുകളാണ്, ഒരേപോലെയാണ് ഈ 10-36 പേജുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഷോയിലേക്ക് നമ്മൾ പോകുന്നത് മനസ്സിലായില്ലേ? സൃഷ്ടി നടത്തിയപ്പം ആണും പെണ്ണും എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് ഉണ്ടെന്ന് ബയോളജി പഠിപ്പിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അതല്ലല്ലോ ഇവിടെ പറയേണ്ടത്. നീ എന്നോട് ബിഗ് ബോസ് ഷോയ്ക്കയുടെ കാര്യം ചോദിക്കുമ്പം ഞാൻ സൃഷ്ടി നടത്തിയ കമ്മ്യൂണിറ്റി, ട്രാൻസ്, പുരുഷന്മാർ, സ്ത്രീകൾ മാത്രമായിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം. നീ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങുമ്പോഴത്തേക്ക് ആണുങ്ങൾക്ക് വേണ്ടി ഒരു ഷോ നടത്ത്, പെണ്ണുങ്ങൾക്ക് വേണ്ടി ഒന്നും കണക്ക്, അല്ലെങ്കിൽ LGBT വേണ്ടി വേറൊരു ഷോ നടക്ക്. എല്ലാ കമ്മ്യൂണിറ്റിയും ഉണ്ടല്ലോ, എന്താ കുഴപ്പം? ഇതിലെല്ലാ കമ്മ്യൂണിറ്റി ഇല്ലേ? ഉണ്ട്. പിന്നെന്താ നിനക്ക് കുഴപ്പം? സെപ്പറേഷൻ അല്ല, ഇതിൽ എല്ലാ കമ്മ്യൂണിറ്റി എടുക്കുന്നതുകൊണ്ട് മോൻ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല. ഇനി പിന്നെന്താ പ്രശ്നം? ഞാൻ എന്താ പ്രശ്നം? ഞാൻ എന്ത് ചോദിച്ചു? നീ എന്താ ചോദിച്ചേ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നുണ്ടോന്നാണ് താങ്കൾ? ഇല്ല, സെപ്പറേറ്റ് ഇല്ല. സെപ്പറേറ്റ് അങ്ങനെയാണെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിന്നുള്ള ആൾക്കാർ മറ്റേ കമ്മ്യൂണിറ്റി നീ ചോദിച്ചില്ലല്ലോ. നീ ഇപ്പൊ അല്ലേ ചോദിക്കുന്നത്? നീ ആണിനും പെണ്ണിനും സെപ്പറേഷൻ ഉണ്ടോന്നല്ലേ ചോദിച്ചത്? നീ LGBT ഞാനല്ല ചോദിച്ചത്, നിങ്ങളാണ് ചോദിച്ചത്. അപ്പൊ അവിടെ സെപ്പറേഷൻ ഇല്ല, എല്ലാരും ഈക്വലാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഈ LGBT കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തിട്ട് ചോദ്യം ചോദിക്കാൻ വിവരവും ബോധമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കും. ഇവിടെ അറിവുള്ളവന്മാരുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കും. അല്ലെങ്കിൽ ചോദ്യം നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ചോദ്യം ചോദിക്കും. ഒരു ചോദ്യം നല്ല ഒരുതരം ചൊറിയുന്ന ഒരുതരം എന്താ പറയാ, ചൊറിയണം ചോദ്യം കൊണ്ട് വരുന്നില്ലേ? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് വേണ്ടടാ. അതല്ല മോനെ. എന്താ മോനെ പേര് പറഞ്ഞത്? അബൂബേക്കർ. എടാ, അബൂബേക്കർ സിദ്ദിഖി എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് നന്നായിട്ട് അറിയാം, പ്രവാചകനായിരുന്നു. അല്ലല്ല, പോട്ടെ. അതാണ് അവിടെയാണ് ബിഗ് ബോസ് ഷോയ്ക്കകത്ത് വരുന്ന ആർട്ടിസ്റ്റുകൾ വ്യത്യസ്തമാണ്. ചേട്ടൻ, സാറല്ല ചേട്ടൻ. ആ ചേട്ടന്റെ ശാസനയോടെ കാര്യം പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ചോദിക്കുമ്പോൾ ഒരു നല്ല ചോദ്യങ്ങൾ ചോദിക്കും, ഡീസെന്റ് ആയിട്ടുള്ള ചോദ്യം ചോദിക്കും, ഉത്തരം പറയാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അല്ലാതെ ഒരു തരം ചൊറിഞ്ഞ പൊളിഞ്ഞ ഒരു പ്രസ്താവന നടത്തി. കഴിഞ്ഞ ബിഗ് ബോസ് ഒരു മണ്ടൻ ചോദിച്ചു. ആരാ സീക്രട്ട് ഏജന്റ്? സായി ബിഗ് ബോസിന്റെ. കഴിഞ്ഞ ബിഗ് ബോസ് ഒരു മണ്ടൻ ചോദിച്ചു, ഈ ബിഗ് ബോസ് ഒരു അനുമോൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മണ്ടിയായിരിക്കും ജയിക്കുന്നത്. എന്താണ് സാറിന്റെ ആ പറഞ്ഞതിനെ കുറിച്ചുള്ള അഭിപ്രായം? അയ്യോ, അത് അദ്ദേഹത്തിന്റെ വ്യൂ അല്ലേ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വ്യൂ പറഞ്ഞതിന് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് എന്നോട് ചോദിച്ചാൽ, ഞാനും സായിയും തമ്മിൽ നല്ല സ്നേഹമുള്ളവരാണ്, ഞങ്ങൾ ഒരേ ഗ്രൂപ്പിലുള്ളവരാണ്. എനിക്ക് സായി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് എനിക്കില്ല. എനിക്ക് സായിയുടെ സീസൺ ജിൻഡോ ഉള്ളതാണോ? ജിൻഡോ ജയിച്ച സീസണിൽ അല്ല, അത് അദ്ദേഹത്തിന് മാത്രമല്ല, ഒരാൾ 50 ലക്ഷം കൊണ്ടുപോകുമ്പം നമ്മളെല്ലാവരും കൂടെ ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും കൂടെ ഓട്ട മത്സരത്തിന് ഇറങ്ങുകയാണ്. 50 ലക്ഷം. അതിൽ ഒരാൾ 50 ലക്ഷം കൊണ്ടുപോയി കഴിയുമ്പോൾ നമ്മളെല്ലാം ആ ജയിച്ച ആളിനെ പൂവിട്ട് പൂജിക്കുമോ? നമ്മൾ ഉടനെ പറയും ഉത്തേജക മരുന്ന് കുത്തിവെച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം കയറ്റി, അല്ലെങ്കിൽ അവൻ വേറെ ആർക്കോ പൈസ കൊടുത്തിട്ട് ഒപ്പിച്ചു. അതൊന്നുമല്ല മോനെ. വിജയിച്ചവരെ അംഗീകരിക്കാൻ ആദ്യം നമ്മൾ പഠിക്കണം. അത് സായി ചെയ്യുന്നില്ല, അതാണ് ചോദിച്ചത്. അത് ഞാനും സായിയും ഇപ്പൊ എന്താ പറയാ, അത് സായിയുടെ വ്യൂ അല്ലേ. നമ്മുടെ മലയാളികളിൽ കുറച്ച് പേർക്കുള്ളത് വിജയിച്ച ആളിനെ അംഗീകരിക്കാൻ. നമ്മുടെ രാഷ്ട്രീയം തന്നെ എടുക്കാൻ, ഒരു ബഹുഭൂരിപക്ഷം ജനങ്ങൾ വിജയിപ്പിച്ചെടുക്കുന്ന സർക്കാരിനെ തുടങ്ങി അങ്ങോട്ട് കഴിയുമ്പോൾ ഉടനെ തന്നെ പ്രതിപക്ഷം എന്തു പറയും, മോശം എന്ന് പറഞ്ഞു വയ്ക്കും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി വന്നാലും. അപ്പോൾ അതിനോട് എനിക്ക് യോജിപ്പില്ല. വിജയിച്ച ആളിനെ അംഗീകരിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അടുത്ത കലാപരിപാടികൾ നമ്മൾ വിജയിക്കാനായിട്ട് ശ്രമിക്കണം. എനിക്ക് വിജയിച്ച ആരോടും പരിഭവമില്ല, കാരണം ഞാൻ വിജയിച്ച ആളല്ല. പക്ഷേ ഞാൻ ജനങ്ങളുടെ ഹൃദയത്തിൽ വിജയിച്ച ആളാണ്. നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഹൃദയത്തിൽ വിജയിച്ച ആളാണ്. എന്നെ പച്ചമുളകും കൊണ്ട് കുറ്റം പറയുന്നവർക്ക് പോലും അറിയാം ഞാൻ നല്ല മനുഷ്യനാണ്, ആർക്കും ദോഷം ചെയ്യാം. അതുകൊണ്ടാണല്ലോ എൻ്റെ നെഞ്ചിൽ ഇതേ കറുത്ത ഇതിൽ അവാർഡുകൾ, മിലിറ്ററിയിലെ അവാർഡുകൾ പോലെ കുത്തി നിറച്ച് നിങ്ങളൊരു 25 പേരിങ്ങനെ നീക്കുന്നത്. ഈ ഡോക്ടർ രജിത് കുമാർ അവിടെ ഒറ്റപ്പെട്ടവൻ കളിച്ച മനുഷ്യനാണ്.
ബിഗ് ബോസിലെ നീ ആ സീസൺ 2 കണ്ടിട്ടുണ്ടോ മോനെ? കണ്ടിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും കൂട്ടുകൂടാനായിട്ടാണ് പോയത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങളോടെല്ലാം കൂട്ടുകൂടാൻ വരുമ്പോൾ നിങ്ങൾ ആരും എന്നെ കൂട്ടുകൂടിപ്പിക്കില്ല. നിങ്ങളോടൊപ്പം എന്നെ നിങ്ങൾ കൂട്ടുകൂടിപ്പിച്ചാൽ സ്ക്രീൻ സ്പേസും അല്ലെങ്കിൽ അതിനുള്ള മാക്സിമം സ്കോറും ഞാൻ കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിയുമ്പം നിങ്ങൾ എന്നെ മാറ്റി നിർത്താൻ ശ്രമിക്കും. അങ്ങനെ ഞാൻ അവിടെ ഓട്ടോമാറ്റിക്കലി ഒറ്റപ്പെടുകയാണെന്ന് ലോകത്ത് വിവരവും ബോധവും തിരിച്ചറിവുള്ള മലയാളികളും പ്രവാസി മലയാളികളാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്. അവസ്ഥയിലല്ലേ ഇപ്പൊ അങ്ങനെയാണ്. പക്ഷേ അനുമോൾക്ക് ഇത്രയും നാളുകൊണ്ട് ലാസ്റ്റ് മൊമെന്റിൽ അനുമോളെ തിരിച്ചറിയുന്ന ആൾക്കാരല്ലേ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒറ്റപ്പെട്ടത്. ഞാൻ തുടക്കത്തിലേ ഒറ്റപ്പെട്ടു. അനുമോൾ ഇപ്പോൾ 80 ദിവസം വരെയും 85 ദിവസം വരെയും അനുമോളുടെ കൂടെ ഒരുപാട് പേരുണ്ടായിരുന്നു. അയ്യേ എന്താ പടമോന്റെ പേര്? എടാ ജെറി, ഈ 87ാമത്തെ ദിവസം അനുമോൾ ഒറ്റപ്പെട്ടല്ലോ എന്ന് പറയുന്ന നിന്നോട് ഞാൻ ഒരിക്കലും ഇല്ല. തുടക്കം മുതലേ അനുമോളോടൊപ്പം കുറേ പേരുണ്ടായിരുന്നു, യാതൊരു സംശയമില്ലായിരുന്നു. കുറേ അവിടെ പല പല ഗ്രൂപ്പുകളായിരുന്നു. ഇപ്പോൾ ഈ ലാസ്റ്റിൽ വരുമ്പോൾ ആകെ 8 പേരേ ഉള്ളൂ. ആ 8 പേരിൽ കുറച്ച് പേർക്ക് റിയൽ ഫേസ് മനസ്സിലായി കഴിയുമ്പോൾ, റിയൽ ക്യാരക്ടർ മനസ്സിലായി കഴിയുമ്പോൾ അവരങ്ങ് മാറുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റപ്പെടലെടുക്കും. അതല്ല ഒറ്റപ്പെടൽ എന്ന് പറയുന്നത്. ഞാൻ തുടക്കം മുതൽ ഒറ്റപ്പെട്ടു പോയ ആളാണ്. ഞാൻ കമ്പനി കൂടാൻ ശ്രമിക്കുന്ന ആളാണ്. സാറിനെ ഒറ്റപ്പെടുത്തിയതാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും. എന്നെ അവരെല്ലാം കൂടെ ഒറ്റപ്പെടുത്തി എന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം വിജയിക്കാനുള്ള ഒരു മത്സരത്തിൽ സ്വാഭാവികമായിട്ട് സ്ക്രീൻ സ്പേസുകൾ പിടിക്കാൻ എല്ലാവരും ശ്രമിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുമ്പം നീ അകന്നു മാറി പോകാന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവില്ലേ? അപ്പം ഞാൻ എന്തോ അയിത്തം കൽപ്പിച്ച ആളിനെ പോലെ ഫീൽ ചെയ്യില്ല. അങ്ങനെ ഒറ്റപ്പെട്ട് പോയപ്പോഴാണ് എനിക്ക് പിടിക്കാനായിട്ട് ഒരു പിടിവള്ളിയായിട്ട് ബിഗ് ബോസ് ഒരു ചിന്നു എന്ന് പറഞ്ഞ പാവയെ തന്നത്. ഓർമ്മയുണ്ടല്ലോ? ബിഗ് ബോസാണ് ആ പാവയെ തന്നത്. പക്ഷേ ഇവർ ചിലർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവ വെച്ചിട്ടാണ് കുറേ കളിച്ചത് അല്ലേ? ആ പാവക്കളി ആദ്യം തുടങ്ങിയതാരായിരുന്നു? രജിത്തേട്ടൻ. എനിക്കതാണ് ചേട്ടാ എന്ന് വിളിക്കണം. നമ്മളൊക്കെ ഒരു കുടുംബത്തിലെ ആൾക്കാരല്ലേ. ഞാനാണെങ്കിൽ ഒറ്റയാണ്, ഒരു ആരുമില്ല. ഞാൻ ഡോക്ടറേറ്റ് അത് കഴിഞ്ഞു. ഇപ്പം ഞാൻ ആർട്ടിസ്റ്റാണ്. ഞാനൊരു ഒറ്റപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് നിങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് സഹോദരങ്ങളാണ് എനിക്കുള്ളത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നീ എന്നെ മോശക്കാരനാക്കാതെ സിദ്ദിഖ് അബൂബക്കറെ. കഴിഞ്ഞ സീസണിൽ 5 സീസൺ കഴിഞ്ഞപ്പോൾ പോലും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം കൂടുതലും ലെസ്ബിയൻസ് കപ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പൊ അവരായാൽ പോലും ഇല്ലടാ, ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് എങ്ങനെയാടാ അത് പറയുന്നത്? എന്റെ ദൈവമേ, ഇപ്രാവശ്യം ലെസ്ബിയൻ ആയിട്ടുള്ള മോനെ നീ പുറത്തു പോയിട്ട് ചായ കുടിച്ചിട്ടാണ് വന്നത്. ചായ തന്നെയാണല്ലോ നീ കുടിച്ചത്. എടാ, ലെസ്ബിയൻ കപ്പിൾസ് അവരെ ഒന്നായിട്ടാണ് എടുത്തത്. ഒരു അത് പിന്നെയുള്ള കാര്യമല്ലേ, ഒരു മത്സരാർത്ഥി. അപ്പൊ ഈ LGBT കമ്മ്യൂണിറ്റിയിൽ നിന്ന് എല്ലാ സീസണിലും ഒരാൾ വീതം ഉണ്ടാവും. അത് ചിലപ്പോൾ 2 പേരുണ്ടാവും. നല്ല കാര്യമല്ലേ? ഈ നെവിൻ പുള്ളിയുടെ സെക്ഷുവാലിറ്റി റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഓവർമേ കുണ്ടൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഭയങ്കര അതിശയം. എടാ മോനെ, നിന്റെ സെക്സ് എന്താണെന്ന് എനിക്കറിയാമോ? അറിയാമോ? അറിയില്ല. എൻ്റെ സെക്സ് എന്താണെന്ന് നിനക്കറിയാമോ? സെക്സ് എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവം, അല്ല സെക്സിന് ഉപയോഗിക്കുന്ന അവയവം അല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഒരാളുടെ എന്തിനാടാ കളിക്കാൻ വരുന്ന ആളിന്റെ സെക്സ് പിടിച്ചു നോക്കുന്നത്? സെക്സ് കഷ്ടമല്ലേടാ? കഷ്ടമല്ലേ? കളിക്കാൻ വന്ന പയ്യന്റെ പെൺകൊച്ചുങ്ങളുടെ സെക്സ് എന്താണ്? അത് വളരെ മോശപ്പെട്ട ചീപ്പായിട്ടുള്ള എണ്ണമല്ലേ? അതിന് ഒരു തുള്ളി ബയോളജി പഠിച്ചിട്ടുള്ളവർക്കറിയാം. ആണിന്റെ ക്യാരക്ടർ കൊടുക്കുന്ന ഹോർമോണിന്റെ പേരാണ് ടെസ്റ്റോസ്റ്റിറോൺ അല്ലെങ്കിൽ ആൻഡ്രോജൻ എന്ന് ജനറൽ ക്ലാസ്സിൽ പറയും. പെണ്ണിൻ്റെതായിട്ടുള്ള ക്യാരക്ടർ കൊടുക്കുന്ന ആ ഹോർമോണിന്റെ പേരാണ് ഈസ്ട്രോജൻ. ചില ആൾക്കാരിൽ ഇത് കുറച്ച് ലെവൽ മാറി വരും. അപ്പോൾ എനിക്കിപ്പോൾ ഈസ്ട്രോജൻ്റെ അളവാണ് കൂടുന്നതെങ്കിൽ എനിക്കൊരു ഫെമിനിയൻ ക്യാരക്ടർ വരും. ഇപ്പോൾ ലാലേട്ടൻ പോലെ ഡയമണ്ടിന്റെ ഒരു അഭിനയം കാഴ്ചവെക്കാനായിട്ട് ഒരു സ്ത്രൈണ ഭാവം എടുത്തു. അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. അവരെന്നെ മാറ്റി നിർത്തുന്നത്. ഞാൻ ചോദിച്ചത് ഏതാ എന്തിനു തുറന്നു പറയണം? അവൻ ആണാണ്, അവൻ പുരുഷനാണെന്ന് പലവട്ടം പറഞ്ഞു. ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. നെവിൻ പുരുഷനാണെന്ന് പലവട്ടം പറഞ്ഞു. അതല്ല, ഞാനിപ്പോ നെവിനെ കാണുന്നതല്ലേ ചോദിക്കുന്നത്. നെവിനെ കുണ്ടൻ എന്നൊക്കെ വിളിച്ചിട്ടാണ് പോളറിനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് പല കമന്റ്സും കാര്യങ്ങളും വരുന്നത്. എടാ, ഇപ്പൊ എനിക്കും കിട്ടുന്നുണ്ട് പേര് കുണ്ടൻ എന്ന്. മനസ്സിലായ? നെവിന്റെ ഞാനും അതുപോലെയാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചോണ്ട് അതേ വാക്കി തന്നെ നെവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരുടെ ആർമിയാണോ PR ആണെന്നറിയില്ല. എൻ്റെ ഫേസ്ബുക്കിൻ്റെ അടി യൂട്യൂബിൻ്റെ അടി വന്നിട്ട് എന്നെ കുണ്ടൻ ഇനി അവ ഇറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഗേ ആവുമെന്ന് എന്തൊക്കെ ഞാൻ കേൾക്കുന്നത്. പക്ഷേ ഞാൻ വിട്ടുമാറില്ല. നിന്നെ ഞാൻ സഹായിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ തല പോയാലും ഞാൻ നിങ്ങളെ സഹായിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ കണ്ടെത്തിയത് നെവിൻ ശരിയെന്ന് കണ്ടെത്തി ഒറ്റയ്ക്ക് ഞാൻ നെവിന് വേണ്ടി പോരാടുന്നു.
അല്ലാതെ ഞാൻ കണ്ടില്ല. ഇപ്പം അഖിൽമാരാരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ കണ്ടു, മറ്റു പലരുടെയൊക്കെ കണ്ടു. പക്ഷേ നെവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ മുൻനിരയിലെ ആർട്ടിസ്റ്റുകളുടെ ഒന്നും കണ്ടില്ല. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യുന്നു, കാരണം ഞാൻ ജീവിതത്തിൽ തോറ്റവനാണ്, പലവട്ടവും തോറ്റവനാണ്. തോറ്റവരുടെ വിഷമം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എന്നെയും നെവിനെയും തമ്മിൽ ഇനി ഗേ ആക്കിയാലും ഞങ്ങളതിന് എന്ത് തന്നെ ആക്കിയാലും ഞാൻ ഒരാളിൻ്റെ സെക്സ് പിടിച്ച് നോക്കിയിട്ടല്ല സഹകരിക്കുന്നത്. എൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ കൊള്ളാമോ, അവൻ നല്ലൊരു മനുഷ്യനാണോ, മനുഷ്യത്വം ഉണ്ടോ, അതോ ഉഡായിപ്പാണോ, ഇത് മാത്രമേ നോക്കാറുള്ളൂ. നല്ല മനുഷ്യരോടൊപ്പം ഞാൻ എപ്പോഴും കൂട്ടുകൂടി ചേരാറുണ്ട്. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് യൂട്യൂബേഴ്സ് ഇരിക്കുന്നു, നിങ്ങളിൽ കുറേ പേര് എന്നെ തേച്ചിട്ടുള്ളവരാണ്, കുറേ പേര് സത്യസന്ധമായി തന്നെ കൊണ്ടുപോയിട്ട് വീഡിയോ ഇടുന്നവരാണ്, കുറേ പേര് തമ്പനയിലൂടെ എന്നെ മൊത്തം നാണം കെടുത്തിയിട്ടുള്ളതാണ്. ഞാൻ ബൈബിളിലൊരു വചനം മുമ്പ് പറഞ്ഞതിനാണ് എന്നെ ഷണ്ടനാക്കി മാറ്റി ചില യൂട്യൂബ് തമ്പനയിലിട്ടത്, ഓർമ്മയുണ്ടല്ലോ. ബൈബിളിൽ യേശുദേവൻ പറഞ്ഞ വാക്കാണ്, ഷണ്ടരായി ജനിക്കപ്പെടുന്നവരുണ്ട്, ജനങ്ങളാൽ ഷണ്ടരാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി ഒരുവൻ അവനെ തന്നെ ഷണ്ടനാക്കി മുമ്പോട്ട് പോകുന്നതെന്ന് വെച്ചാൽ സെക്സ് വേണ്ട, കുടുംബം വേണ്ട എന്ന് വെച്ച് ദൈവം മതി എന്ന് പറഞ്ഞു പോകുന്നത്. ആ മൂന്നാമത്തെ കാറ്റഗറിയിലുള്ള ആളാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ എനിക്ക് കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ കഴിച്ച് കുടുംബമാവാം. പക്ഷേ എനിക്ക് സമൂഹത്തിനോടാണ് സ്നേഹം, സേവനം എന്ന് പറഞ്ഞു വന്നപ്പം ഞാൻ ഷണ്ടനാണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തമ്പനയിലൊക്കെ കൊടുത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അങ്ങനെ എൻ്റെ രക്തം വലിച്ചു ഊറ്റി കുടിച്ച് പൈസ ഉണ്ടാക്കിയത്. അത് അധർമ്മമാണ്. അതിന് ദൈവം കൃത്യമായ ശിക്ഷ കൊടുക്കും, അത് ആരായാലും.